അന്ധകാരത്തിൽ സ്ഥിതി ചെയ്ത ജനം വലിയ പ്രകാശം കണ്ടു. യേശുവിന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് അന്ധകാരമുള്ളിടത്ത് പ്രകാശം കാണുന്ന ജീവിതങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബ ബന്ധങ്ങളിലെ നമ്മുടെയൊക്കെ ഒരു പ്രചോദനം, പ്രോത്സാഹനം കൊണ്ട് കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രകാശം കാണുകയാണ്. ദേവാലയത്തിൽ വരാത്ത കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാകുമ്പോൾ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് അവർ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രകാശം കാണുകയാണ്. അതുപോലെ തിന്മയുടെ ലോകത്ത് നടക്കുന്നവര് വിശുദ്ധ കുമ്പസാരത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതൊരു പ്രകാശത്തിന്റെ മേഖലയായിട്ട് മാറുകയാണ്. എനിക്ക് എൻ്റെ പ്രവൃത്തിയിലൂടെ അന്ധകാരം വ്യാപിച്ച് കിടക്കുന്ന മക്കളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പ്രകാശം പരത്താൻ പറ്റുന്നുണ്ടോ? ദൈവം ആ അന്ധകാരം ഉള്ളിടത്തേക്ക് പ്രകാശം കൊണ്ടുവന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ടും അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലാകാം, അയൽവക്കങ്ങളിലാകാം, കൂട്ടുകാരികളിലാകാം, അല്ലെങ്കിൽ നമുക്കറിയുന്ന വ്യക്തികളിലാകാം എനിക്ക് പ്രകാശം പരത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ സാധിക്കട്ടെ.